ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട് മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ? കുഞ്ഞിലേ മുതൽ നമുക്ക് മാങ്ങാച്ചാർ എന്ന് പറഞ്ഞൊരു ഫേവറേറ്റ് ഐറ്റം ആണല്ലേ. അപ്പോൾ നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം. ആദ്യം തന്നെ പാൻ വെച്ച് ചൂടാകുമ്പോൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കടുക് ഇട്ട് കൊടുത്ത് അതും പൊട്ടിയതിന് ശേഷം 2 കുടം വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും അത് വഴണ്ടതിന് ശേഷം 5 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഒരു കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അരിഞ്ഞ് ഉപ്പും കായവും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ എടുക്കാം. 4½ ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയാണ് പൊടികൾ നമ്മൾ എടുത്തിരിക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ എരിവിനും നിറത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് അരപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കരിയാതെ ശ്രദ്ധിക്കണം. ഇനി ഈ അരപ്പ് ആറിയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഉപ്പും കായവും മഞ്ഞൾപ്പൊടിയും പുരട്ടി വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മൊത്തത്തിൽ ആ അരപ്പ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ചൂടാക്കിയാൽ മാങ്ങ അളിഞ്ഞു പോകും. അപ്പോൾ ട്രൈ ചെയ്യണേ ഫ്രണ്ട്സ്.